പാൻറ് ഇൻ ചെയ്ത് അതിൽ സോക്സ് ഇട്ടേക്കും. ഇത് രണ്ടായിട്ട് മുറിച്ചിട്ടിട്ട് നമ്മൾ മാജിക് അല്ലാട്ട് ചെയ്യണം. എന്തിനാണെന്ന് അറിയാം, രണ്ട് ചെവിയിൽ വെക്കാം. ആൾക്കാർ മൂക്കിലും വെക്കും. ചെവിയിൽ മാത്രമല്ല മൂക്കിലും വെക്കും. ഇപ്പം സമയം 1:30. നമ്മളെ കടിച്ചുകൊണ്ടിരിക്കുന്നത് 4 മൂട്ട. 4 മിനിറ്റ് ഇപ്പോൾ ഡ്രസ്സിൽ കാണാം. എനിക്ക് വേറെ എന്തും സഹിക്കാം. ഈ ഉറക്കം ഇല്ലായ്മയും കൊണ്ട് ആദ്യം പറഞ്ഞോളൂ. ഇപ്പോൾ സമ്മറാണ്. സമ്മറിൽ ചൂട് നിങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ട് യുക്കെയിലെ ചൂട് യുക്കെയിലുള്ളവർക്ക് അറിയുള്ളൂ. ആ ചൂടത്താണ് ഇങ്ങനെ കോമാളി ഡ്രസ്സ് ഇട്ട് ഫുള്ള് ഇങ്ങനെ നമ്മൾ തൽക്കാലം വീട് മാറുമ്പോഴേക്കും പിടിച്ചിരിക്കണ്ടേ. ഇതാണ് എൻ്റെ നോർമൽ ഒരു നൈറ്റിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ. ഗൈസ്, നിങ്ങളൊരു കാര്യം പറയണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് രാത്രി കിടന്നുറങ്ങണേന്ന്. എൻ്റെ ആക്സസറീസ് ഓർണമെൻറ്റ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് അടിക്കുന്നത് എന്ത് ഇവങ്ങടുത്ത് കാണിക്കണേ, ഉറങ്ങാൻ പോകുന്ന ഗ്ലൗസ് ഒക്കെ ഇട്ടിരിക്കണേ. മറ്റൊന്നുമല്ല, ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടോ ഇവിടെ മൂട്ട ശല്യം. അത് തന്നെയാണ് കാരണം. ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഏകദേശം സമയം 10:30 കഴിഞ്ഞിട്ട് നമ്മൾ ഉറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഐ സ്ലീപ്പ് ഇൻ മൈ നൈറ്റ്, അല്ലെങ്കിൽ ഉറങ്ങാത്ത രാത്രികളോ എന്ത് രാത്രി എന്തെങ്കിലും ആവട്ടെ, എൻ്റെ ഒരു രാത്രി എങ്ങനെയാണെന്നാണ് കാണിച്ചിട്ട് പോണേ. ഗ്ലൗസ് ഇട്ടിട്ട് ഞങ്ങൾക്ക് കഥയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ഗ്ലൗസ് നമ്മൾ കിടക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒരുക്കമാണ് ശരിക്കും പറഞ്ഞാൽ കാണുന്നത്. ഗ്ലൗസ് ഇടല്. ഗ്ലൗസ് മാത്രമല്ല നോക്കണം, ഫുൾ സ്ലീവ്. ഈ ചൂടത്ത് പറഞ്ഞ സാധനമാണ് ഫുൾ സ്ലീവ് ഡ്രസ്സ്. ആ ഫുൾ സ്ലീവ് ഡ്രസ്സ് ഇത് ഇൻ ചെയ്തേക്കണം. കണ്ട, ഫുൾ സ്ലീവ് ഇൻ ചെയ്തേക്കണം. ഓരോത്തേനും പാൻറ് ഇൻ ചെയ്ത് അതിൽ സോക്സ് ഇട്ടേക്കണം. ഇത് രണ്ടായിട്ട് മുറിച്ചിട്ടിട്ട് നമ്മൾ മാജിക് അല്ലാട്ടോ ചെയ്യണേ. അതാദ്യം തന്നെ പറഞ്ഞേക്കാം. ഇതും സെയിം ആയിട്ട് നമ്മൾ ബോർഡ് സെറ്റ് ചെയ്യണം. കണ്ടോ, ഇതെന്തിനാണെന്ന് അറിയാം, രണ്ട് ചെവിയിൽ വെക്കാം. എൻ്റെ പൊന്നു ഗൈസ്, മൂട്ടേനെ പേടിച്ചിട്ടാ രാത്രി കിടന്നുറങ്ങാൻ പറ്റുന്നില്ല. എന്നും കടിച്ച് ഒരു ഗ്യാപ്പ് കിട്ടിയ ഗ്യാപ്പ് ഫുള്ളും കടിച്ച് ഇത് മുഴുവൻ പൊട്ടിക്കുക. ഇപ്പോൾ ഇത് റീസെൻ്റ്ലി ഇന്നലെ കഴുത്തിൽ ഉറങ്ങി കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ ഉറങ്ങി കഴിയുമ്പോൾ നമ്മളിങ്ങനെ പല ഫോമിലല്ലോ കിടക്കണേ. അപ്പോൾ ഇതിങ്ങനെ പൊങ്ങി പോവാണെങ്കിൽ ഇത്ര ഗ്യാപ്പ് കിട്ടൂലേ, ഈ ഗ്യാപ്പ് ഇവർക്ക് കടിക്കും. മൊത്തം ഈ ഗ്യാപ്പിലാക്കി കടിക്കണം. അങ്ങനെ കടി കിട്ടിയതാണ് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഈ ഭാഗങ്ങൾ ഇങ്ങനെ 2 പേര്. അതുപോലെ തന്നെ കാലിൻ്റെ ഈ സോക്സ് ഇൻ ചെയ്ത് വിട്ടുകൊണ്ട് ഈ ഗ്യാപ്പ് വരും. ഈ ഗ്യാപ്പിലും ചുറ്റിട്ട് കടിക്കും. അതുപോലെ തന്നെ ഈ നമ്മൾ ഇൻ ചെയ്തേക്കണത് പുറത്തേക്ക് പോകണമെങ്കിൽ അരയുടെ ചുറ്റും ബെൽറ്റ് ഇട്ടോലെ പിടിച്ച് കടിക്കും. അതെ, കണ്ടോ, ഇവിടെ 10:27. അപ്പോൾ ഇപ്പം 10:27 നമുക്കൊരു 10:30 ആകുമ്പോൾ കിടക്കാൻ നോക്കാം. എന്നിട്ട് നമ്മൾ ഇടയ്ക്ക് എന്തായാലും എണീക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂട്ടകടി ഉണ്ടാവും. മൂട്ടകടി ഉള്ള സമയത്ത് നമ്മൾ എണീറ്റിട്ട് എന്താ സംഭവം, നമ്മളെങ്ങനെ മൂട്ടനെ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ റൂമിൽ ലൈറ്റ് കുറവാ. നമ്മൾ ആ കടി കിട്ടുമെന്ന് തോന്നിയ സമയത്ത് നമ്മൾ അപ്പം തന്നെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്യുക. ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്ത് കഴിയുമ്പോഴേക്കും പുള്ളി അങ്ങ് നിൽക്കും, ഒന്ന് സ്റ്റോപ്പ് ആവും. ആ സ്റ്റോപ്പ് ആവുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ സ്പ്രേ ഉണ്ട്. ഈ സ്പ്രേ അങ്ങ് 2 അടി അടിച്ച് കഴിഞ്ഞാൽ സംഭവം ചത്തു. പക്ഷെ എന്തായാലും നമ്മുടെ ഉറക്കം പോകും. അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ ഉറക്കം കാര്യങ്ങളൊക്കെ പോകും. അതെന്തായാലും ഉണ്ടാവും. ഇപ്പം പല സൈസിലുള്ളതാണ്. എന്ന് വെച്ചാൽ കുഞ്ഞതുണ്ട്, കുറച്ച് വലുതുണ്ട്, പല സൈസുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പിടിച്ച് തീർന്നു വിചാരിച്ചാൽ പക്ഷെ തീർന്നില്ല. പിന്നെ ഞാൻ ഇച്ചിരി കുറവുണ്ടാവും. ഇന്നലെ നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ അവസ്ഥ അറിയില്ല. ഇന്ന് വരുവാണെങ്കിൽ നമുക്ക് ലൈവായിട്ട് കാണാം. അതുപോലെ തന്നെ അവനെങ്ങനെ കൊല്ലടയെന്ന് കാണിച്ചു തരാം. എൻ്റെ ഒരു ദിവസത്തെ രാത്രി ഉറക്കം എങ്ങനെ പോകണമെന്നുള്ളത് ടൈം വെച്ച് വരെ കാണിച്ചു തരാം. കാരണം അത് ഇപ്പം ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നുള്ളൂ. സമയം 10:30. ഇന്ന് നേരത്തെ വന്നു, അല്ലെങ്കിൽ ഇതിനും വൈകും. പോരാതെ നമ്മളിപ്പോൾ ജിമ്മിലൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ടല്ലോ. ജിമ്മിലാണ് ഇന്ന് പോയിട്ടില്ല. ജിമ്മിലും പോകുമ്പോൾ ഒരു 1.5 മണിക്കൂർ അവിടെയും പോകും. അപ്പോൾ എങ്ങനെ വന്നാലും 12:30 1 മണിയാവും കിടക്കുമ്പോൾ. നമുക്ക് പിറ്റേ ദിവസം രാവിലെ ഇതേ ടൈമിൽ തന്നെ എണീക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ 4:45 എണീറ്റ് 5 മണിയാകുമ്പോൾ കുളിച്ച് റെഡി ആയിട്ട് വേണം നമുക്ക് നേരെ അടുത്ത ദിവസം ഷിഫ്റ്റിന് പോകാൻ. പക്ഷെ നാളെ എനിക്ക് ഷിഫ്റ്റില്ല, നാളെ ഓഫാണ്. അതുകൊണ്ടാണ് ഇനി എന്തെങ്കിലും ആവട്ടെ, ഒരു വിഷയമില്ല, ഞാൻ വീടെടുക്കുമെന്ന് പറഞ്ഞ് ഈ കിടന്ന് കാണിക്കുന്ന അഭ്യാസം. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ന് മൂട്ട വരുമോ ഇല്ലയോ. വന്നാൽ അവനെ കൊല്ലുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി ബെഡൊക്കെ സെറ്റ് വെച്ചിട്ടുണ്ട്. ബെഡൊക്കെ തീർന്ന് ഒക്കെ തൂത്ത് തുടച്ചിട്ടേക്കാണ്. കാരണം നമ്മളായിട്ട് ഒരു വരുത്തി വെക്കേണ്ടത് എന്ന് വെച്ചാൽ വിളിച്ച് വരുത്തരുതല്ലോ. അതുകൊണ്ട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് വെച്ചേക്കുക. നമ്മുടെ ഐപാഡും ഈ സ്പ്രേയും നമുക്ക് വേണ്ട ഫോണും ടിഷ്യൂ പേപ്പർ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഈ ടിഷ്യൂ പേപ്പർ ബാക്കി വെച്ചാണ് എന്തിനാന്ന് പറഞ്ഞാൽ മൂക്കത്ത് വെക്കാനാണ്. 2 മൂക്കിലും വെക്കും. ചെവിയിൽ മാത്രമല്ല മൂക്കിലും വെക്കും. അപ്പോൾ അവസ്ഥ അത്രയും അടിപൊളിയാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ്, അപ്പോൾ നമുക്ക് ഇനി എപ്പോൾ എണീക്കോ അപ്പോൾ നമുക്ക് കാണാം. ഗൈസ് കണ്ട് ഗൈസ്
1 2 3 സിംഗിൾ സ്പോട്ടിൽ കേട്ടോ. സിംഗിൾ സ്പോട്ടിൽ നമ്മളിപ്പോൾ പിടിച്ച് കടിച്ചുകൊണ്ടിരിക്കുന്ന മുട്ടകളാണ് ആ കാണുന്നത്. ഇപ്പോൾ സമയം 1:30. ഞാൻ പറയാം നമ്മളെ കൊല്ലും എന്ന് പറയാൻ കൊല്ലും. ആ രീതിയിലാണ് ഇത് കഴിഞ്ഞിട്ടില്ല. ആയിരിക്കണം അടുത്തത്. നമ്മുടെ മേലൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. മേത്തുണ്ടോ കാലുമേണ്ടോ? അതെ, കാലുമേണ്ടെന്ന് ഇപ്പോൾ ഇത് ഡ്രസ്സിൽ നിൽക്കണം. ഇവന് നമുക്ക് സ്പ്രേ അടിക്കാം. നമ്മൾ കിടക്കാൻ നേരത്തെ ഞാൻ കാണിച്ചു തന്നായിരുന്നു. എൻ്റെ കയ്യിൽ ഗ്ലൗസും കാര്യങ്ങളും കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പോൾ ഊരിന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊറിച്ചിൽ ഒരു രക്ഷയില്ല. ആ ഒരു മെറ്റീരിയലിൻ്റെ ആണെന്ന് തോന്നുന്നു. ഭയങ്കര ചൊറിച്ചിൽ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇതേപ്പോൾ കടിച്ച് തടിച്ചു വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ സൈഡിൽ കുഞ്ഞുങ്ങളൊക്കെ ഇതേ പോകണം. അടുത്തത് 8 ഇതേ 9 ഉണ്ടോ ഇരിക്കണുണ്ടോ? ഇപ്പോൾ ചോര വെച്ചിട്ടോ ഗൈസ്. നോക്ക്, മൂട്ടയുടെ കുഞ്ഞാണി പോകണം. ഇപ്പോൾ ചോര എടുത്ത് കാണിച്ചിടാം. UK ലൈഫ്, ബെറ്റർ UK ലൈഫ്. ദിസ് ഈസ് ബെറ്റർ UK ലൈഫ്. വിത്തൗട്ട് സ്ട്രഗിൾ, വിത്തൗട്ട് സ്ട്രെസ്, ലൈഫ് ഈസ് ഗോയിങ് ഗുഡ്. എന്താ പറയുക ഇതിനും കൂടുതൽ ഗൈസ്? എനിക്ക് വേറെ എന്തും സഹിക്കാം. ഈ ഉറക്കം ഇല്ലായ്മയും കൊണ്ട് എനിക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് ആദ്യം പറഞ്ഞോളൂ, ഇപ്പോൾ സമ്മറാണ്. സമ്മറിൽ ചൂട് നിങ്ങൾക്ക് അറിയില്ലാത്തതുകൊണ്ട് UK ചൂട് UK അറിയുള്ളൂ. ആ ചൂടത്താണ് ഞാൻ ഈ കോമാളി ഡ്രസ്സ് ഇട്ട് ഫുള്ളിങ്ങനെ എന്താ പറയുക സാധനങ്ങളൊക്കെ ഇട്ടിങ്ങനെ കിടക്കുന്നത്. ഫാൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിന്നിട്ട് ഞാൻ വേർക്കുന്നുണ്ടോ? ഇത്രയും വേർത്തിട്ട് ഞാൻ വിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ നോർമൽ ഒരു നൈറ്റിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ. 1:58 എന്ന് വെച്ചാൽ 2 മണി ആവുന്നുള്ളൂ. അപ്പോഴേക്കും ഇത്രയായി. ഇനിയിപ്പോൾ ഒരു 1 മണിക്കൂറത്തേക്ക് വലിയ കുഴപ്പമുണ്ടാവില്ലായിരിക്കും. ഒരു 3 മണി 3:30, പിന്നെ ഒരു 5 മണി. 5 മണിക്ക് എണീറ്റില്ലെങ്കിൽ പിന്നെ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളിത് വീണ്ടും ഫുൾ സ്പ്രേ അടിച്ചു. എത്ര സ്പ്രേ ബോട്ടിൽ അടിക്കണമെന്ന് അറിയാം. വെറുതെ കിട്ടുന്നല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. ഇത് നിങ്ങളിലേക്കൊന്ന് എത്തിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് എടുത്തൊരു സ്മോൾ റിയൽ കണ്ടന്റ്.